ഞെട്ടിക്കുന്ന നടുക്കുന്ന വീഡിയോ ദൃശ്യം. അതായത് തട്ടമിട്ട ജമീദ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് പറയുകയാണ്, ഉസ്താദ് പിഞ്ചോമന കുട്ടിയെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടിയുടെ ശരീരത്തിൽ സ്വകാര്യ ഭാഗം കൈയിടുന്നത് ഞാൻ കണ്ടു എന്ന് അവർ പറയുന്ന ഭാഗം ഞാൻ വെച്ചു തരാം. പച്ചക്കളവാണ് അവർ പറയുന്നത്, അത് ഞാൻ വിശദീകരിച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. പൊന്നു മനുഷ്യന്മാരെ, ഹിന്ദുക്കൾക്ക് പ്രശ്നം സംഭവിച്ചാലും ക്രിസ്ത്യാനികൾക്ക് പ്രശ്നം സംഭവിച്ചാലും മുസ്ലിമീങ്ങൾക്ക് പ്രശ്നം സംഭവിച്ചാലും ഞാൻ പേഴ്സണലി വിളിച്ച് പറയുന്ന ഒരാളാണ്. നാളെ ഒരു സ്വാമിയെ കുറിച്ചിട്ട് ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞാലും പള്ളിയിൽ അച്ഛനെ കുറിച്ചിട്ട് ഇല്ലാത്തത് പറഞ്ഞാലും ഞാൻ വിളിച്ച് പറയും. എനിക്ക് ഈ രാജ്യത്തുള്ള എല്ലാവരും സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു കോണ്ടന്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞതാണ്. പൊന്നു മനുഷ്യന്മാരെ, ഒരു മുസ്ലിം നാമധാരി, അവരുടെ പേര്, ഈ സ്ത്രീയാണ്, പേര് ജമീദ എന്ന് ടീച്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ അതായത് മുസ്ലിം നാമം വെച്ചിട്ട് ഉസ്താദന്മാരെ തെറിവിളിക്കുക എന്നതാണ് ഇവരുടെ പ്രത്യേക പണി. അതായത് മുസ്ലിം നാമം വെച്ച് സ്വന്തം മതത്തെ വിറ്റ് ജീവിക്കുന്നു, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അവര് ഉസ്താദിനെ കുറിച്ച് പറയുന്ന ഞെട്ടിക്കുന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതിനുശേഷം അൻസാരി സുഹൂരി ഉസ്താദ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ ഒരു മറുപടിയും കൂടി ഞാൻ വെച്ചു തരാം. ആദ്യം നമുക്ക് ജമീദ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ പൊന്നു മനുഷ്യന്മാരെ, ഒരൊറ്റ കാര്യം പറയുകയാണ്, വീഡിയോ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവൾ പറയുന്നത് പച്ചക്കളവ് എന്ന് നാലാളിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഓക്കെ, ഉസ്താദ് കുട്ടിയോട് ചോദിക്കാം, മോളെ ഇതെന്താന്ന് നിനക്ക് അറിയാമോ? നീ ഇത് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല ഉസ്താദെ, ഇത് ഞങ്ങളുടെ നാട്ടിൽ ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ട്, മൂത്രം ഒഴിക്കുന്ന ഒരു കുഴലാണ് എന്ന് പറഞ്ഞു. അല്ല മോളെ, ഇതിന്റെ പേരാണ് മയ്യത്ത്. ഉസ്താദ് പറഞ്ഞു കൊടുക്കുക, ഇത് മയ്യത്താണ്, ഇത് മരിച്ചു കിടക്കുക. ഇത് ജീവൻ വെക്കണമെങ്കിൽ വേറെ ചില വിദ്യകളുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യും, മോൾക്ക് കൈ കടയുന്നല്ലോ, ഇനി ഉസ്താദ് തടവി തരാം. അങ്ങനെ കുട്ടി അവിടെ കിടത്തി, നല്ല ശരീരമുള്ള കുട്ടിയാ, കുട്ടി അവിടെ കിടത്തി ഉസ്താദ് തടവാൻ തുടങ്ങി. അങ്ങനെ ഉസ്താദ് ഉദ്ദേശിച്ച ഭാഗം എത്തിയപ്പോൾ, മോളെ ഇതെന്താണെന്ന് അറിയാമോ? അത് ഉസ്താദെ മൂത്രം ഒഴിക്കുന്ന ഭാഗമാണ് എന്ന് പറഞ്ഞു. കുട്ടിക്ക് അറിയുന്ന കുട്ടിയുടെ സ്ലാങ്ങിൽ കുട്ടി പറഞ്ഞു, അല്ല മോളെ, ഇത് കബറാണ്. ഒന്ന് മയ്യത്തും രണ്ട് കബറുമാണ്. അങ്ങനെ ഉസ്താദ് ക്രമേണ ഒരു സന്ദർഭം നോക്കി ഈ മയ്യത്ത് കബറിലേക്ക് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജനലിൽ കൂടെ എത്തി നോക്കുന്നുണ്ട്, ഉസ്താദ് എന്താ ചെയ്യണത്, ഞങ്ങൾക്ക് അറിയില്ലല്ലോ ആ പ്രായത്തില്. ഓക്കെ, ഇവർ പറയുന്ന ബാക്കി വെച്ച് തരാം. ഈ വീഡിയോ പൊന്നു മനുഷ്യന്മാരെ, പോലീസിനെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അതിനുശേഷം ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണം. ഈ പെണ്ണിനെ, ജമീദ എന്ന് പറയുന്ന പെണ്ണിനെ, ഏത് ഉസ്താദാണ് അങ്ങനെ ചെയ്തത് ഇവരോട് ചോദിക്കണം. ഇതിനെ വെറുതെ വിടാൻ പാടില്ല. ഉസ്താദ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉസ്താദിന് ശിക്ഷ കൊടുക്കണം. ഇവര് റിച്ചിന് വേണ്ടി പച്ചക്കളവ് പറയുന്നതാണെങ്കിൽ ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. അല്ലെങ്കിൽ ഏത് ഉസ്താദാണ് അങ്ങനെ ചെയ്തത് ഇവർ കണ്ടു എന്നല്ലേ പറഞ്ഞത്? നാണമുണ്ടോ ഇവർക്ക് ഇങ്ങനെ പച്ചക്കളവ് പറയാനായിട്ട്? അതായത് മുസ്ലിം നാമം വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇഷ്ടം പോലെ വ്യൂസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ തെമ്മാടിത്തരം ചെയ്യുന്നത്. ഒരു കാര്യം പറയാം, ഇതിനും നല്ലത് തെണ്ടി നടക്കുന്നതാണ്, ഭിക്ഷ എടുത്ത് ജീവിക്കുന്നതാണ്. ഓക്കെ, നാണവും മാനവും ഉളുപ്പ് എന്ന് പറയുന്ന സാധനമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക്? ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സഹോദരങ്ങളുടെ ഒക്കെ വീടുകൾ തേടി പിടിച്ചു പോയിട്ട് മാക്സിമം ബുദ്ധിമുട്ടുകൾ ഇവരുണ്ടാക്കി. പിന്നെ എന്നോട് എൻ്റെ സഹോദരങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ അവരുമായിട്ടൊരു ബന്ധവുമില്ല, അവരുമായിട്ടൊരു കോണ്ടാക്ട്. ഞാൻ എൻ്റെ ആശയം മതം വിട്ടു, ഞാൻ എൻ്റെ പാട്ടിന് പോയി. നിങ്ങൾ മതത്തിനകത്ത് നിന്നോ ജീവിച്ചു, നിങ്ങൾ ഞാനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. നിങ്ങൾക്ക് എന്ന് എന്നെ വേണമെന്ന് തോന്നുന്നു അന്ന് നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം. നിങ്ങളെ എപ്പോഴും വേണമെന്നാണ് എൻ്റെ മനസ്സ്. എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റും നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം തന്നെ. പക്ഷെ നിങ്ങൾക്കൊരു കൂടപ്പിറപ്പ് എന്ന നിലയിൽ എന്നെ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസം അനിവാര്യമാണെങ്കിൽ അത് നിങ്ങൾ വെച്ചോ. പേടികൊണ്ട് തന്നെ ആയിരിക്കാം. അവർക്ക് ഭ്രഷ്ടുണ്ടാവും, അവർക്ക് അവിടെ ജീവിച്ചു പോകണ്ടേ. എന്നെ പോലെ ചിലപ്പോൾ സഫർ ചെയ്യാൻ അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അവരുടെ വീടുകളിൽ എനിക്ക് പോകാൻ പറ്റാത്തതും. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് വരാം, ആരെങ്കിലും അറിഞ്ഞിട്ട് വേണം ഇനി അടുത്ത ബഹളം ഉണ്ടാവാൻ. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളുടെ മക്കളാണെങ്കിലും അതെ, എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവരെയും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, ഈ വീഡിയോ കാണുന്ന നല്ലവരായ ഹൈന്ദവരോട് ഒരു കാര്യം പറയുകയാണ്. പൊന്നു ഹൈന്ദവരെ, നിങ്ങളെ വീട്ടില് ഒരു പെൺകുട്ടി നിങ്ങളെ, അതായത് റിച്ചിന് വേണ്ടിയിട്ടും പൈസക്ക് വേണ്ടിയിട്ടും ഒരു സ്വാമിയെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അവൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട്, ഭയങ്കര മത തീവ്രവാദികളൊക്കെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്വാമിയെ പറ്റിയിട്ടാണ് അവൾ അങ്ങനെ കുറ്റം പറയുന്നത്. എന്നാൽ നിങ്ങൾ അവളെ തിരിഞ്ഞു നോക്കോ? അതേ സംഭവമാണ് ഇവൾക്ക്. അതായത് ഇവളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവളുടെ അതായത് ആങ്ങളന്മാർ, ബ്രദർ, സിസ്റ്റേഴ്സ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ആ ഫാമിലിയിൽ നിന്ന് പുറത്താക്കിയൊരു പെണ്ണാണ്. ആക്കൂലെ പൊന്നു മനുഷ്യന്മാരെ? നമ്മൾ, അതായത് പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത്? ക്രിസ്ത്യാനില്ലെങ്കിൽ ക്രിസ്ത്യാനി, ഹിന്ദു ആണെങ്കിൽ ഹിന്ദു, മുസൽമാൻ ആണെങ്കിൽ മുസൽമാൻ. നിങ്ങൾ ജനിച്ച മതം, അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. എന്നാൽ
ആ മതത്തെ വിൽക്കാൻ, അതായത് നിങ്ങളുടെ മക്കൾ ആ മതത്തെ വിൽക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ വെറുതെ വിടോ? ഏത് മതവും ആയിക്കൊള്ളട്ടെ, എല്ലാ മതവും നല്ലത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒരു മതവും കണ്ടവനെ കൊല്ലണമെന്ന് ആരും പറയുന്നില്ല, എല്ലാം നല്ലത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വന്തം മതത്തെ വിറ്റ് ജീവിക്കുന്നത് കൊണ്ട്, ഗതികേട് കൊണ്ട്, പൈസക്ക് വേണ്ടിയിട്ട് സ്വന്തം മതത്തെ വിറ്റ് ജീവിച്ചത് കൊണ്ടാണ് ഈ ഒരു സ്ത്രീയെ കുടുംബക്കാർ തിരിഞ്ഞു നോക്കാത്തത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ബിസിനസ് ചെയ്യാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റും, ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല, പിന്നെ ഒരു രൂപത്തിലും നമ്മളെ സഹായിക്കാനും ആരും സന്നദ്ധരാവില്ല, കാരണം അവര് നാളെ പിടിക്കപ്പെടും. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തെ അതിജീവിച്ച് എന്ത് വന്നാലും സാരമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. എന്തായിരുന്നാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം. ഞാൻ ഈ ആശയം തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ മക്കൾ ഒരുപാട് അപ്പോഴൊക്കെ ഞാൻ മക്കളോട് ചോദിക്കാറുണ്ട്, മക്കളെ ഉമ്മച്ചി ഇത് പറയും. ഒരിക്കലല്ല ഉമ്മച്ചി, ഉമ്മച്ചിക്ക് എന്ത് തോന്നുന്നു അത് ഉമ്മച്ചി ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, ഇവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യൂല പൊന്നു മനുഷ്യന്മാരെ. അതിന്റെ കാരണം ഇഷ്ടം പോലെ എണ്ണി വരുന്നുണ്ട്. ഒരു ദിവസം 2 ഉസ്താദന്മാരെ തെറി വിളിച്ചാൽ കിട്ടുന്നില്ലേ പൈസ? പണി ഇത് തന്നെയാണ്. ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുക, കേരള സ്റ്റോറി ഉള്ളതാണെന്നൊക്കെ പറയാ. ഇവരെയൊക്കെ, ഇങ്ങനെ പറയുന്നവരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. പൊന്നു മനുഷ്യന്മാരെ, ചില യൂട്യൂബേഴ്സൊക്കെ തമ്മിലിൽ എന്തെങ്കിലും എഴുതും, പക്ഷെ ഒന്നും ഇല്ലാത്ത കാര്യം ഒരു യൂട്യൂബേഴ്സ് പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഇവറ്റകൾ ഫസൽ കരാട്ടിനെ പോലെയുള്ള ഇവറ്റകൾ, ആരിഫ് ഹുസൈനെ പോലെയുള്ള ഇവറ്റകൾ പേര് മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമീങ്ങളെ പഞ്ഞിക്കിടുകയാണ്. ഇത് ശരിയാണോ തെറ്റാണോ? അന്യമതസ്ഥരെ നിങ്ങളോടാണ് ചോദിക്കുന്നത്, ഇത് ശരിയാണോ, ഇത് ന്യായമാണോ? ഇത് ആരിഫ് ഹുസൈനോടും ജമീല ടീച്ചറിനോടും ഫസൽ കരാട്ടിനോടും ഒരു ചോദ്യം. നിങ്ങൾ, അതായത് എല്ലാ മതത്തെക്കുറിച്ച് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് പോലെ, ഞാനിപ്പോൾ പള്ളിയിൽ ഉസ്താദന്മാർ തെറ്റ് ചെയ്താലും ഞാൻ വിളിച്ച് പറയുന്നുണ്ട്, അവർ ശരി ചെയ്താലും വിളിച്ച് പറയുന്നുണ്ട്. നേരെ മറിച്ചിട്ട് സ്വാമിമാരും ഈ പറയുന്ന പള്ളിയിൽ അച്ഛന്മാരും എല്ലാ മതത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇവറ്റകൾ ഉസ്താദന്മാർ ചെയ്യുന്ന തെറ്റ് മാത്രം വിളിച്ച് പറയുന്നുണ്ട്, അതും ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുന്നത്. അത് ശരിയാണോ പൊന്നു മനുഷ്യന്മാരെ? നിങ്ങൾ ഓരോരുത്തരും പറയണം, അതാണോ വേണ്ടത്? മുസ്ലിം നാമം വെച്ചിട്ട് ഇവറ്റകൾ സ്വന്തം മതത്തെ വിറ്റ് നല്ലവരായ, അതായത് ഈ ഫേക്കായിട്ടുള്ള മതം തലക്ക് പിടിച്ച ഹൈന്ദവരെ പറ്റിച്ച് ജീവിക്കുകയാണ് ഈ വൃത്തികെട്ടവന്മാര്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. മക്കളെ മതം പഠിപ്പിച്ചിട്ടില്ല, മക്കൾക്ക് മതത്തെ കുറിച്ചിട്ട് യാതൊന്നും അറിയില്ല. അത് മുസ്ലിം ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുക, അല്ലാതെ അവർക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും ഒരു ധാരണയില്ല. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇതേ രൂപത്തിൽ ചിന്തിക്കുന്നവർ. പക്ഷേ സമൂഹത്തെ ഭയന്ന്, സമുദായത്തെ ഭയന്ന്, ഈ ഒറ്റപ്പെടുത്തൽ ഭയന്നിട്ടാണ് അവരിത് പുറത്ത് പറയാത്തത്. അപ്പോൾ അവർ പിന്നെയും കുറേ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുമ്പോഴേക്ക് അവരിവരോട് ചോദിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് അങ്ങനെ? ജാമിദ ടീച്ചർ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അത് നിങ്ങൾ പറഞ്ഞതാ, എന്നാലല്ലേ നമുക്ക് അവരോട് പോയി ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ജാമിദയുടെ വീഡിയോകൾ കാണരുത്, അവരെ ഫോൺ ചെയ്യരുത്, അവരുടെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കരുത്, ലൈവുകൾ കാണരുത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അറിയില്ല. ഇപ്പൊ തന്നെ ഞാൻ ലൈവിൽ കയറുമ്പോഴേക്കും എനിക്ക് ലൈവ് നല്ല റീച്ച് ഉണ്ടായിരുന്നതാ, യൂട്യൂബ് ലൈവ്. ഇപ്പോൾ 6,50,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക്. ഈ ലൈവ് എനിക്ക് കയറാൻ പറ്റില്ല, കയറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെത് ഹാക്ക് ചെയ്യാനുള്ള ശ്രമം. ഓക്കെ പൊന്നുമനുഷ്യന്മാരെ, ഇന്നലത്തെ ലൈവിൽ 1,30,000 റിപ്പോർട്ട് എന്നാണ് ഇവർ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഇവർക്കുള്ള വ്യൂസ് 200 പേരാണ് ഇവരുടെ വീഡിയോ കാണുന്നത്. 200 പേര് ഇവരുടെ വീഡിയോ കണ്ടാൽ പൊന്നുമനുഷ്യന്മാർ 1,30,000 പേര് എങ്ങനെയാണ് റിപ്പോർട്ട് അടിക്കുന്നത്? ഒരാൾ ഒരു വീഡിയോക്ക് റിപ്പോർട്ട് അടിക്കണമെങ്കിൽ അതായത് ക്ലിക്ക് ചെയ്യണം, അവിടെ വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യണം. അതായത് 1,30,000 റിപ്പോർട്ട് പോകണമെങ്കിൽ ആ വീഡിയോ അത്ര പേര് കാണണം. ഇവിടെ 200 പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോ. പറയുന്നത് 1,30,000 പേര് കണ്ടു, അവർ റിപ്പോർട്ട് അടിച്ചു എന്ന്. പച്ചക്കളവ് വിളിച്ച് പറയാൻ നാണമില്ലേ? ഇത് ജനൻ ടിവിയുടെ പ്രേക്ഷകരല്ല എൻ്റെ വീഡിയോ കാണുന്നത്. എൻ്റെ വീഡിയോ കാണുന്നത് നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. അവരെ നീ പറ്റിക്കണ്ട ജമീദ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ പതിയെ നമസ്കരിക്കുന്നു. അത് ഹിന്ദു കുട്ടികളായിരുന്നു. അവർ നമസ്കരിക്കുന്നു, പൊട്ടൊന്നും ഇടുന്നില്ല, ഫുൾ സ്ലീവ് ഷാളൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ അവിടുത്തെ പ്രിൻസിപ്പളെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയപ്പോൾ ഈ കുട്ടികൾക്ക് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ശരി, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കുട്ടികൾ പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ വേറെയും ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നിങ്ങൾക്കല്ലേ മാറണമെന്ന് തോന്നിയത്. അങ്ങനെ അവരോട് ഞാനിത്, നിങ്ങൾക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? ആര് പറഞ്ഞു എന്ന് നിങ്ങൾ പറയണ്ട. നിങ്ങൾക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? നിങ്ങളുടെ കലാലയത്തിനകത്ത് നിന്നാണോ, അതോ പുറത്തുള്ള ഫ്രണ്ട് സർക്കിളിൽ നിന്നാണോ, അതോ നിങ്ങളുടെ വീടുകളിൽ നിന്നാണോ, ഏതെങ്കിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്നാണോ, മീഡിയകളിൽ എവിടെ നിന്നാണ് നിങ്ങൾക്കിത് കിട്ടിയതെന്ന് പറഞ്ഞാൽ മതി. അതോ പേഴ്സണലി ഏതെങ്കിലും സുഹൃത്ത് ഇട്ട് തന്നതാണോ എന്നറിഞ്ഞാൽ മതി. അപ്പോൾ നോക്കുമ്പോൾ മുസ്ലിം സുഹൃത്തുക്കൾ എപ്പോഴും പെൺചിലന്തികൾ ഉണ്ടാകുമല്ലോ.
പെൺ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ്. ഇവരിങ്ങനെ ചെറിയ കുറേശ്ശെ ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മൾ കേൾക്കും എന്ന് തോന്നിയാലാണല്ലോ വീണ്ടും വീണ്ടും ഇടുക. ജമീദ, നാണവും മാനവും ഉളുപ്പുന്നുണ്ടോ? ഇവിടെ ജമീദ പറയുന്നത് നല്ലവരായ ഹൈന്ദവ പെൺകുട്ടികളെ മുസ്ലിം പെൺകുട്ടികൾ മറ്റേ മതം പറഞ്ഞിട്ട് മതം മാറ്റുന്നു എന്നാണ്. ഒരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, നിലവിലെ കാലഘട്ടത്തിൽ മുസ്ലിം ഈ ഒരു കോണ്ടന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ആരും വർഗീയതയായിട്ടൊന്നും കണക്കാക്കണ്ട. പൊന്നു മനുഷ്യന്മാരെ, നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടികൾ നിസ്കരിക്കുന്നുണ്ടെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പോൾ അതായത് മുമ്പത്തെ പോലെ ആരും നിസ്കാരം മതം പറയുന്നത്, ഇപ്പോൾ ഏത് മതമാണെങ്കിലും ആ മതം എന്താണ് പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യൂ പൊന്നു മനുഷ്യന്മാരെ. ഒരു കാര്യം പറയുകയാണ്, ഈ കാലഘട്ടത്ത് നിസ്കരിക്കുന്നില്ല ചില പെൺകുട്ടികളൊക്കെ, ആ ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ. ആ പെൺകുട്ടികൾ അവർക്കൊപ്പമുള്ള ഹിന്ദുക്കളായ പെൺകുട്ടികളെ നിർബന്ധിച്ച് നിസ്കരിപ്പിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ വിശ്വസിക്കണോ? നാണമുണ്ടോ? നിന്റെ കയ്യിൽ തെളിവുണ്ടോ? ഇവളെ പിടിച്ച് ഞാൻ നല്ല രീതിക്ക് ഒരു കാര്യം പറയാം ജമീദ, നിനക്കെതിരെ ഞാൻ നാളെ കേസ് കൊടുക്കും, സങ്കല്പിക്കും, വേണമെങ്കിൽ ഞാൻ കൊടുക്കും, എൻ്റെ നിനക്കറിയത്തില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? ഉസ്താദ് മറ്റേ തടയതും ഈ പറയുന്ന മതം മാറ്റിയതും പെൺകുട്ടികളൊക്കെ കൊണ്ടുവരാൻ നിനക്ക് പറ്റുമോ? അതായത് നീ കണ്ടതുപോലെയല്ലേ പറയുന്നത്. ഒരു കാണാത്ത കാര്യം കണ്ട രീതിയിൽ നിനക്ക് പറയാൻ ആരാണ് അധികാരം തന്നത് ജമീദ? ഉളുപ്പെന്ന് പറയുന്ന പൈസ ഇന്ന് വരും നാളെ പോവും പൊന്നു മോളെ. എന്തൊക്കെയാ അല്ലേ എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. അൻസാരി ദുഹരി ഉസ്താദിന്റെ ഒരു മറുപടി വെക്കാം. അതിനു മുമ്പ് ജമീദ മറ്റേ ഖുർആനൊക്കെ ഓതിയിട്ട്, അതായത് ആയത്തൊക്കെ ഓതിയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. സഹായകരമായില്ലേ? അപ്പൊ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ മതം വളർത്തുന്നതിന് വേണ്ടിയോ ഇത്തരം അക്രമം കാണിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ടൂള് ഈ മത ആശയങ്ങളാ. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം അക്രമങ്ങൾക്ക് സ്ഥാനമില്ല എന്നും സമാധാനവും സഹനവും പരസ്പര ബഹുമാനത്തിലുമൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം വളർത്തിയെടുക്കൽ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണെന്നും ഇന്ത്യയിൽ നിന്നിട്ട് നമുക്കിത് പറയാം. ഈ ഇന്ത്യയിൽ കുറച്ചുകൂടി മുസ്ലിങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഇത് പറയാൻ. ഇനി അടുത്തത് താങ്കൾ ചോദിച്ചത്, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നാമം അള്ളാഹുവിന്റെ ഇതിനോടൊപ്പം പറയുന്നത് ഷിർക്കല്ലേ എന്നാണ്. എന്താ സംശയം? വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു ആശയമല്ലല്ലോ ഇത്. അതായത് റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അനുസരിക്കണം, നബിയെയും അനുസരിക്കണം. വഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അങ്ങനെയാണെങ്കിൽ വയഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വയുഹിബ്ബുക്കും, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഉലായിക ഹദാഹുമുള്ള, അക്കൂട്ടർ തന്നെയാണ് സന്മാർഗികൾ. ഉലായിക അൽബാബ്, അവർ തന്നെയാണ് ബുദ്ധി കൊടുത്ത് ഉറ്റാലോചിക്കുന്നവർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിനാണോ കൂടുതൽ സ്ഥാനം മുഹമ്മദിനാണോ എന്നതിന് പ്രസക്തിയില്ല. രണ്ടു പേർക്കും ഈക്വൽ സ്ഥാനമാണ്. പിന്നെ കുറച്ചുകൂടി കൂടുതൽ പലപ്പോഴും മുഹമ്മദിന് കൽപ്പിക്കുന്നത് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഞാനത് പറഞ്ഞുതരാം. ഇപ്പൊ കലിമ തന്നെ എടുത്തു. ഞാനത് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദിന് വന്നപ്പോൾ അന്ന, തീർച്ചയായും അവിടെ ഒരു അഷ്വറിലാണ് പറയുന്നത്. അഷ്വർ ചെയ്താ പറയുന്നത് തീർച്ചയായും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ അപ്പൊ അള്ളാഹുവിനെ സാമാന്യവൽക്കരിച്ച് അള്ളാഹു ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു ആണ്. പക്ഷേ തീർച്ചയായും എന്ന് മുഹമ്മദ് നബിയുടെ വിഷയം വന്നപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇസ്ലാമിൽ അള്ളാഹുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മുഹമ്മദ് നബിക്കാണ് എന്നതിൽ യാതൊരു സംശയവും. എന്താ അല്ലെ ജമീദയുടെ ഒരു കാര്യം പറയാം. നിനക്ക് നല്ലോണം ഓതാനൊക്കെ അറിയുന്നുണ്ട്. മതം, അതായത് നിനക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പൊന്നു മനുഷ്യന്മാരെ, ഇത് അവരുടെ അവകാശമാണ്. ഇന്ത്യ രാജ്യത്ത് മതം വിശ്വസിക്കാം. പക്ഷേ വിശ്വാസികൾ എന്തിനാണ് തടയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്? അതായത് ഒരു കാര്യം കൂടി പറയാം പൊന്നു മനുഷ്യന്മാരെ, നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വാസികൾ അനിവാര്യമാണ്. ഇപ്പോൾ ദൈവമില്ല എന്ന് എല്ലാവരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ, റോഡ് സൈഡിൽ ഒരു പെൺകുട്ടി പോവുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ പിടിച്ച് എന്തും ചെയ്യും, പേടില്ല, നിയമത്തെ ആരും പേടിക്കത്തില്ല. 3 മാസം കഴിഞ്ഞാൽ നമുക്ക് ജാമ്യം കിട്ടുന്നുണ്ടെന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ദുനിയാവ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ഇവൾ എന്താണല്ലേ, അതായത് പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും ഇവറ്റകള്. വളരെ വളരെ മോശമൊക്കെ. നമ്മുടെ അൻസാരി ദുഹരി ഉസ്താദ് ശശികളൊക്കെ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടിയിൽ ജമീദൊക്കെ ഉൾക്കൊള്ളേണ്ടതാണ്. വർഗീയത പറയുന്ന എല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണ്. നമുക്ക് എന്തായാലും അത് കേട്ടിട്ട് വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ താമസിക്കുന്നത് എന്റെ ചുറ്റും മുസ്ലിങ്ങളാണ്. ഇവിടെ ഹിന്ദുക്കൾ വളരെ കുറവാണ്. എന്റെ മക്കളെ വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. ബാക്കി ഇതെല്ലാം ഞങ്ങൾ ഈ സ്ഥലം എടുത്തൊക്കെ മുസ്ലിംസ്. ഞങ്ങളൊരു വീടായിട്ടാണ് കഴിയുന്നത്. ഇവിടെ ഉള്ളവര് ഞങ്ങൾ ഒറ്റ വീടായിട്ടാണ്. 54 കുട്ടിയിൽ ഞാൻ ഒരു ഹിന്ദു കുട്ടിയായിരുന്നു. ബാക്കി 53 മുസ്ലിം കുട്ടികളുടെ ഇടയിലാണ് ഞാൻ പഠിച്ചത്. ഒരു ആഗസ്റ്റ് വരെ ഞങ്ങൾ ഒരു 5-8 കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ക്ലാസ്സും കൂടെ, ഒരു ഡിവിഷനും കൂടി ഉണ്ടാക്കിയപ്പോൾ
ബാക്കി എല്ലാ കുട്ടികളും മറ്റേ ഡിവിഷനിൽ പെട്ടു, ഞാൻ മാത്രമേ ഡിവിഷനിൽ പെട്ടു. അത് പെൺകുട്ടികളുടെ മാത്രം ഡിവിഷനായിരുന്നു. അതിൽ ബാക്കി എല്ലാം മുസ്ലിം പെൺകുട്ടികളാണ്. അവരൊക്കെ ഇപ്പോഴും ഞങ്ങൾ പലരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം, അവര് പലരും വീട്ടുകാർക്ക് തന്നെ അറിയാം, ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അവിടെ തന്നെയാണ് വർക്ക് ചെയ്തത് അതേ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. അവിടെ ഏറെക്കുറെ ഒരു മോർ ദാൻ 90%, ഞങ്ങൾ പലപ്പോഴും 92 ഒക്കെ പല വർഷമാണ് മുസ്ലിം കുട്ടികൾ. അവിടെയാണ് ഞാൻ പഠിപ്പിച്ചത്. 36 കൊല്ലാണ് പഠിപ്പിച്ചത്. 92% മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ അധ്യാപികയാണ്. അവരുടെ വീടിന് ചുറ്റും മൊത്തം മുസ്ലിമീങ്ങളാണ്. അവിടെ 90% മുസ്ലിമീങ്ങളാണ്. ഇതൊക്കെ ടീച്ചർ പറയുമ്പോൾ ഞാൻ ശശിയുടെ ചേച്ചിയോട് പറയുകയാണ്, ഞാൻ അങ്ങനെ പറയാം. ഇതിനകത്ത് ആരെ മഹത്വമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ വർഗീയ വിദ്വേഷമല്ലാത്ത ഒന്നും നിങ്ങൾ ഇന്ന് വരെ പ്രചരിപ്പിച്ചിട്ടില്ല. ഒരു മാനവരാശിക്ക് നയാ പൈസയുടെ ഗുണമുണ്ടാകുന്ന ഒന്നും നിങ്ങൾ ഇന്ന് വരെ പ്രചരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർ ഏതൊരു സമുദായത്തെയാണോ പ്രതിനിധാനം ചെയ്യുന്ന ആ സമൂഹത്തിനെതിരെ നിങ്ങൾ വെറുപ്പും വിദ്വേഷം പ്രചരിപ്പിച്ചിട്ട് ആ സമൂഹം നിങ്ങളെ ആദരവോടുകൂടി ടീച്ചറെന്ന് വിളിക്കുന്നു. ഈ 92% വരുന്ന മുസ്ലിമീങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്ന, നിങ്ങൾ അധ്യാപന വൃത്തിയിൽ ഏർപ്പെടുന്ന ആ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങളോട് ഇന്ന് വരെ ഈ കാരണം കൊണ്ടൊരു വിവേചനവും അവർ കാണിച്ചിട്ടില്ല എങ്കിൽ ആരുടെ മഹത്വമാണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ ആ ചോദിച്ച ചോദ്യം ശശീല ചേച്ചിക്ക് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയുമോ? നിങ്ങളുടെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് എടുത്ത് നോക്കിയാൽ മാനവരാശിക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒന്ന്. ശശീല ചേച്ചി, നമ്മളൊക്കെ ഇന്ത്യക്കാരാണല്ലോ. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, ഭാരതത്തിൻ്റെ മക്കളാണ്. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നിച്ച് നിന്ന് കെട്ടുറപ്പോടുകൂടി സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും പോയാലാണ് രാജ്യം എപ്പോഴും അഖണ്ഡതയിലും ഐക്യത്തിലും ദൃഢതയിലും ബലത്തിലും മുന്നോട്ട് പോകുള്ളൂ. ഒരു ശത്രുവിന് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. കാരണം നമ്മളൊരു വലിയ സമൂഹമാണ്, വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ പരസ്പരം സ്നേഹത്തോടു കൂടി പോകുമ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള മനുഷ്യരുടെ ഐക്യമല്ലേ. ഇങ്ങനെ ഐക്യത്തെ പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ പരസ്പരം സ്നേഹത്തെക്കുറിച്ചും സൗഹാർദ്ദത്തെക്കുറിച്ചും സഹവർത്തിത്വത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയണ്ടേ? ഇന്ന് വരെ എന്തെങ്കിലും ഒരു പോസ്റ്റ് സ്നേഹത്തെക്കുറിച്ച്, സൗഹാർദ്ദത്തെക്കുറിച്ച്, മാനവരാശിയെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് കാണില്ല. ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ വേറൊരു സ്ത്രീയുണ്ട് സോഷ്യൽ മീഡിയയിൽ, ലക്ഷ്മി കോണോത്ത്. ഒന്ന് കണ്ടു നോക്കി അവർ പറയുന്നത് എന്താ? ഇന്ന് രാജു പി നായർ ഒറ്റ തന്തയ്ക്ക് പിറന്നതാണെങ്കിൽ ഈ പറഞ്ഞതൊന്ന് ചെയ്തു നോക്കൂ, അപ്പൊ കാണാം. രാജു പി നായരുടെ തന്തയ്ക്ക് വിളിക്കുകയാണ്. നിങ്ങളൊക്കെ വലിയ മഹത്തുക്കളാണ്, മഹത്തായ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. നിങ്ങൾ നാഴികക്ക് നാപ്പോട്ടം പറയുമ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ പോലും എത്ര അശ്ലീലമാണെന്ന് ശശികല ചേച്ചിക്ക് മനസ്സിലാകുന്നുണ്ടോ? എത്ര വൃത്തികേടാണ്, എത്ര കളവുകളാണ് നിങ്ങൾ ഈ പറയുന്നത്. എന്തെല്ലാം കളവുകൾ നിങ്ങൾ പറയുന്നു ഒരു സമൂഹത്തിനെതിരെ, ഒരു സമുദായത്തിനെതിരെ. സമീപകാലത്ത് MDMAയുമായി ഒരു പെൺകുട്ടിയെ പിടിക്കുമ്പോൾ അവൻ്റെ കൂടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. അപ്പം നിങ്ങളെന്താ പറഞ്ഞത്? ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, ലവ് ജിഹാദ് ഉണ്ട്, നമ്മുടെ സനാതനധർമ്മികളായ കുട്ടികളെ കാരിയറാക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പം മുസ്ലിം പെൺകുട്ടിയോടുകൂടി സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ പിടിക്കുന്നു. അപ്പം നിങ്ങളൊരു അക്ഷരം നിങ്ങൾ മിണ്ടുന്നില്ല. ഏതോ മുസ്ലിം പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിക്കുന്നു. അപ്പം നിങ്ങൾക്ക് അവിടെ മതം പറയണം. അതിൻ്റെ പിറ്റേ ദിവസം അഡ്വക്കറ്റായിട്ടുള്ള അമ്മയെയും മകനെയും MDMA പോലീസ് പിടിക്കുന്നു. അപ്പോഴും നിങ്ങളുടെ വായിൽ പൂവൻ പണിതിരിക്കുകയാണ്, ഒരക്ഷരം നിങ്ങൾ മിണ്ടുന്നില്ല. ഇങ്ങനെല്ലാം നിങ്ങൾ വേർതിരിച്ച് ജാതി പറഞ്ഞ് മതം പറഞ്ഞ് വെറുപ്പും വിദ്വേഷമൊക്കെ നിങ്ങൾ ഈ സമൂഹത്തിൽ പടർത്തിയിട്ടും ഈ കാണുന്ന മനുഷ്യർ മുഴുവനും നിങ്ങളോട് വിവേചനം. 92% വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ടീച്ചറായ നിങ്ങളോട് അവരുടെ മക്കളെപ്പോലും ആ സ്കൂളിലേക്ക് വിടാതിരിക്കാം. അവർ വിടുന്നുണ്ട് എങ്കിൽ അവരിതൊക്കെ ഉൾക്കൊള്ളാൻ ഒരു വിശാലമായ ഹൃദയം അവർക്കുള്ളവരാണ്. ഹിന്ദു രക്ഷാദൾ ദേശീയ അംഗം കഴിഞ്ഞ ദിവസം അദ്ദേഹം അന്നദാനം നടത്തിയപ്പം ഒരു മുസൽമാൻ ഭക്ഷണം കഴിക്കാൻ പറ്റും, മുസ്ലിമീങ്ങൾക്ക് ഈ ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ആട്ടി ഓടിച്ചു. മറുവശത്ത് നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ ഒരു മഹാരാഷ്ട്രയിലേക്ക് ബീഹാറിലേക്കൊന്നും പോകണ്ട. നമ്മുടെ സമീപ ജില്ലയായ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ വീട് കൊടുത്തത്? ജാതിയുടെ അടിസ്ഥാനത്തിലാണോ വീട് കൊടുത്തത്? ഇതെല്ലാം നമ്മൾ കാണുകയല്ലേ. ടീച്ചറെ ഒറ്റ കാര്യം പറയാനുള്ളൂ, മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് പോണേ. കാരണം നമ്മുടെ പിന്നീടുള്ള വരാനിരിക്കുന്ന തലമുറയുണ്ടല്ലോ, നിങ്ങളെയൊക്കെ ഓർത്ത് വെറുപ്പോടുകൂടി കാണും. അതുകൊണ്ട് പറയണം, സ്നേഹത്തെ പറയാണ്, എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട്.
ഓക്കെ, ഒരു കാര്യം പറയാം, ശശികലയെ നമുക്ക് അങ്ങനെ വെക്കാം. ഇതിപ്പോ ഈ പറയുന്ന ഫാസൽ കരാട്ട്, ആരിഫ് ഹുസൈന്, ജമീദ, അവരോടൊക്കെ എനിക്കൊരു കാര്യം, നിങ്ങൾ റിയാക്ഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. ഉള്ളതാണെങ്കിൽ ഉസ്താദന്മാർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ വിളിച്ച് പറയണം. അതേമാതിരി വേറെ മതസ്ഥവും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വിളിച്ച് പറയണം. അല്ലാതെ ഒരു സൈഡിൽ നിന്നിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ, ഉളുപ്പുണ്ടോ, ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയാൻ. അപ്പോൾ വീണ്ടും ഒരു കാര്യം പറയാം ജമീദയോട്. ജമീദ ആ ഉസ്താദ് മറ്റേത് ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞല്ല, അതിനെ തെളിയിക്കണം. ഓക്കെ, ഈ വീഡിയോ കാണുന്ന ആര് ജമീദക്കെതിരെ പോയി കേസല്ല, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു സ്ത്രീ ആരോപണം പറഞ്ഞിട്ടുണ്ട്, ഇത് ഉണ്ടെങ്കിൽ തെളിയിക്കണം, ആ ഉസ്താദിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം. പിന്നെ ഹിന്ദുക്കളായ പൊന്നു സ്ത്രീകളെ മുസ്ലിം സ്ത്രീകൾ മതം മാറ്റിച്ചു, അതും അവർ പറയുന്നുണ്ട്, തെളിയിക്കട്ടെ. വെറുതെയാണ് ഈ സോഷ്യൽ മീഡിയ പറയിപ്പിക്കാനുള്ളത്. ആർക്കും എന്തും വായിൽ തോന്നി എന്തും പറയാമോ, 2 വ്യൂസിനും പൈസക്കും വേണ്ടിയിട്ട്. അപ്പോൾ പൊന്നു മനുഷ്യന്മാരെ, തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ, ബൈ.